അഡ്വക്കേറ്റ് ജയശങ്കർ സാർ, ഇവിടെ ഒരുപാട് നമ്മുടെ സിനിമയെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ പേഴ്സണലി വിളിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അവരൊക്കെ ചോദിക്കുന്നത് ഇതിൻ്റെ പോരാട്ടത്തിൽ പങ്കെടുത്ത ആളുകളായാലും അല്ലാത്ത ആളുകളായും, കാരണം വെച്ചാൽ ഇവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു തുടർ നടപടികൾ എന്തായിരിക്കും? കാരണം അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ അടുത്ത നെക്സ്റ്റ് മന്ത് 10th വെച്ചിരിക്കുന്ന അന്ന് കോടതി വെച്ചിരിക്കുന്ന ആ ഒരു ഡേയിലാണ്. അപ്പോൾ അവരൊക്കെ പറയുന്ന ചില അവർക്കൊക്കെ എന്താ ഒരു പ്രതീക്ഷ അവർക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നിയമപരമായിട്ട് സാഹചര്യം. പക്ഷേ അതിന് മുൻപ് തന്നെ സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി പോലും പറയുന്നത് ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് എന്നാണ്. ഞാൻ ഇന്നലത്തെ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. ഊഹാപോഹത്തിൽ രൂപപ്പെടുത്തിയ റിപ്പോർട്ട്. അപ്പോഴും അവിടെയും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശശുദ്ധി ആ സർക്കാർ തന്നെയാണല്ലോ എന്ന് സെക്കൻഡറി ചോദ്യം. അപ്പോൾ ഈ കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും സാർ ഇതിനകത്ത് സാധ്യതകൾ, നിയമപരമായിട്ടുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ നമുക്കെന്തായാലും അനുമാനങ്ങളാണല്ലോ, ആ തലത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, കോടതി ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെടുകയും മറച്ചുവെച്ച ഭാഗങ്ങളടക്കം പൂർണ്ണമായ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതിയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഉത്തരവുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഈ സമയത്ത് ഒരു ചർച്ച നടത്തുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ഈ ലൈംഗിക പീഡനം, ചൂഷണം മാത്രമല്ല മറ്റൊരുപാട് വിഷയങ്ങൾ കൂടി ഈ കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഇനി മേലിൽ തുടർന്നുള്ള കാലത്ത് ഈ വനിതകൾ ഈ രംഗത്ത് വരുന്നവർ അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് അഭിനയിക്കാൻ മാത്രം സ്ത്രീകൾ വന്നിരുന്നു. ഇപ്പം അങ്ങനെയല്ല, മറ്റ് സാങ്കേതിക രംഗത്തുമൊക്കെ ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട്. സംവിധാന സഹായികളടക്കം നിരവധി വനിതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ മേലോട്ടേക്ക് ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏത് രീതിയിലായിരിക്കണം, അവർക്ക് ന്യായമായ പരാതികളുണ്ടെങ്കിൽ അത് എവിടെ സമർപ്പിക്കണം. വെറുതെ ഒരു ICC ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമുക്കറിയാം ഇതൊക്കെ എന്തുമാത്രം നിഷ്പ്രയോജനമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാനും അതിനൊക്കെ സാധ്യമെങ്കിൽ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാനും അവർക്ക് പരാതി പറയാനുള്ള ഒരു ഫോറം ഉണ്ടാക്കാനും, അത് വെറുതെ പരാതിക്ക് വേണ്ടി ഒരു പരാതിയോ അല്ലെങ്കിൽ ഫോറത്തിന് വേണ്ടിയുള്ള ഫോറമായി പോരുത്, ഫലപ്രദമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ചെറിയ കാര്യമല്ല. അതേ സമയത്ത് തന്നെ ഇപ്പോൾ ആളുകൾ ഞെട്ടുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗത്തിലാണ്. അത് ഈ ചൂഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്, അല്ലെങ്കിൽ ശാരീരികമായ അതിക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ ഇതുവരെ ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് ഏത് രീതിയിൽ പരിഹാരം കണ്ടെത്താൻ കഴിയും, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതിൽ കോടതി പോകേണ്ട കേസിൽ കോടതി പോകണം. ഇനിയിപ്പോൾ മരിച്ചുപോയ ആളുകൾക്കെതിരായിട്ട് പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് പരിഹാരം കാണാൻ കഴിയും? പിന്നെ ഈ അമ്മ പോലെയുള്ള സംഘടനകൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അവരുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇതിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ വരാത്ത ആളുകളുണ്ട്. സംവിധായകന്മാർ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, അങ്ങനെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ. ഇവരൊക്കെ ഇതുപോലെയുള്ള ചൂഷണങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊന്നും ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് കാര്യങ്ങളില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരഭിപ്രായത്തോടെ ഇതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ്. ഇതല്ല, ഇതിൻ്റെ ഗണ്യമായ ഭാഗം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ശരിക്കുള്ള സംഭവം എന്ന് പറയുന്നത് ഭയാനകമാണ്. ശരി, വളരെ ശ്രീ